ലെസൺ 1 പെയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന പാഠത്തിലെ അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രൈസ് ഓഫ് 3 പെൻസിൽസ് ആൻഡ് 4 പെൻസ് ഈസ് 66 rupees and the price of 6 pencils and 3 pens is 72 rupees. What is the price of each? 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടി 66 രൂപയാണ് വില. 6 പെൻസിലിനും 3 പേനയ്ക്കും കൂടിയോ 72 രൂപയും. പേനയുടെയും പെൻസിലിൻ്റെയും വില എത്ര? നമുക്ക് എങ്ങനെ എഴുതാം? കണ്ടോ, 3 പെൻസിൽ എന്ന് പറയുമ്പോൾ പെൻസിലിന് നമുക്ക് എന്ത് പേര് കൊടുക്കാം? എക്സ് എന്ന് പേര് കൊടുക്കാം. പെന്നിനോ വൈ എന്നും പേര് കൊടുക്കാം. നേരത്തെ പഠിച്ചതുപോലെ തന്നെ 3 പെൻസിൽ പറയുമ്പോൾ 3x എഴുതാം. പെൻ എത്രയാണ്? പെൻ നമ്മൾ വൈ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ പെൻ എത്ര? 4 ആണ്. അപ്പോൾ 4y കണ്ടല്ലോ. ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം. 66 rupees 3 പേനയും 4 പേനയും കൂടി കൂട്ടിയപ്പോൾ എത്രയായി? നമുക്ക് 66 രൂപയായിട്ടുണ്ട്. അപ്പോൾ അത് എഴുതാം. 3x + 4y = 66 കണ്ടല്ലോ. അപ്പോൾ ഒരു ഇക്വേഷനായി. ഇനി രണ്ടാമത്തെ നോക്കിയേ, 6 പെൻസിലിന് എക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 6x ആയി. കണ്ടോ, 6x + എത്രയാണ്? 3 പെൻ അല്ലേ? 3 പെന്നായി. അപ്പോൾ 3y ആയി. ഇവിടെ 4y എഴുതിയ പോലെ 3y ആയി മാറി. ഇത് രണ്ടും കൂടി എത്ര രൂപയായി? 72 രൂപയായി. അപ്പം നമ്മൾ രണ്ടാമത്തെ ഇക്വേഷന് കണ്ടോ. ഇനി നമ്മൾ മുമ്പ് ചെയ്തതുപോലെ ഒരു സൈഡിലേക്ക് നമുക്ക് 0 ആക്കാനൊന്നും പറ്റില്ല അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്ക് ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്കണം നമ്മൾ. അപ്പോൾ ഏത് സംഖ്യയെ നമുക്ക് ഇൻറ്റു ചെയ്യാം? എക്സും വൈയും അല്ലേ നമ്മൾ കണ്ടിരുന്നത്? അതിൽ 3 ഉണ്ട്, 6 ഉണ്ട്. കണ്ടോ, പിന്നെ 4 ഉണ്ട്, 3 ഉണ്ട്. പക്ഷെ ഇവർ ഒരേ ഗുണനപ്പട്ടിയിൽ ഒരേ മൾട്ടിപ്പിളിൽ പോരുന്ന സംഖ്യകൾ ഏതാ? ഒന്നുകിൽ ഈ സൈഡ് അല്ലെങ്കിൽ ഈ സൈഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെയാണ് ഈ 2 നമ്പേഴ്സാണ് ഒരേ മൾട്ടിപ്പിളിൽ പോകുന്നത്. എങ്ങനെ പോകും? നമുക്ക് 1 × 3 3 3 × 2 6 ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ എന്തെടുക്കാം? നമുക്ക് 2 എടുക്കാം അല്ലേ? അപ്പോൾ നമുക്ക് ഈ 2 കൊണ്ട് നമുക്ക് ആദ്യത്തെ ഇക്വേഷനെ ഇൻറ്റു ചെയ്യാം. അപ്പോൾ 3 × 2 എത്ര? നമുക്ക് 3 × 2 6. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എഴുതാം. 3x + 4y = 66. അതിൽ ആ 2 കൊണ്ട് എല്ലാം ഇൻറ്റു ചെയ്യാം. അപ്പോൾ 3 × 2 6x + 4നെ 2 കൊണ്ടുപോകുമ്പോൾ 4 × 2 8y = 66നെ 2 കൊണ്ടൊന്ന് ചെയ്യാം. 66 × 2 6 × 2 12 2 1 12 13 132 132. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്താം? 132. ഇതാണ് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് ആക്കിയിട്ട് മാറ്റണം പോകേണ്ടതിന്. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം ഈ ഇക്വേഷൻ എഴുതാം. അല്ല, ഫസ്റ്റ് ഇക്വേഷനല്ലേ നമ്മൾ ചെയ്തത് അല്ലേ? ഇനി അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എഴുതി. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനെ ഇതിൻ്റെ അടിയിലോട്ട് എഴുതാം. 6x + 3 കണ്ട ഈ സെക്കൻഡ് ഇക്വേഷൻ കണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എടുത്ത് എഴുതുന്നത് കേട്ടോ. 3y = 72. ഇനി നമുക്ക് കുറച്ച് നോക്കാം. കണ്ട, ഇവിടെ വന്നപ്പോൾ രണ്ടും ഒരുപോലെ വന്നു. അപ്പം നമുക്കൊരു 0 കിട്ടി. ഇനി 3 5 8 ആവാൻ എത്ര? 5 3 8. അപ്പോൾ 5y = ഇനി ഈ 2 നമ്പേഴ്സ് നമ്മൾ കുറയ്ക്കണം. 132 - 72 0 7 13 ആവാൻ 8 9 10 11 12 13 6 അല്ലേ വരിക? അപ്പോൾ 60. 5y = 60. y = 60/5. അപ്പോൾ എത്ര വരെ? നമുക്ക് 65 16 ഡിവിഷൻ ചെയ്യാം 5 കൊണ്ട്. 1 5 1 0 2 10 0 0. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 12 എന്ന് ആൻസർ കിട്ടി. y നമുക്ക് എന്ത് കിട്ടി? 12 എന്ന് കിട്ടി. ഇനി എന്ത് വേണം നമുക്ക്? നമ്മുടെ ആദ്യത്തെ ഇക്വേഷനല്ല, മാറ്റാത്ത ഇക്വേഷൻ. ആ ഇക്വേഷൻ ഇട്ട് നമുക്ക് ഇപ്പോൾ സൈഡിൽ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ 3x + 4y = 66. 3x + y നമുക്കിവിടെ 12 കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ 12നെ നമുക്ക് വൈൻ്റെ സ്ഥാനത്ത് എഴുതാം. 12 = 66. അപ്പോൾ എത്രയാണ്? 3x + 12നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 48 കണ്ടോ. 12 × 4 48
അതാണ് ഞാനിവിടെ എഴുതിയ 48 ഈക്വൽ ടു 66. ഇനി എന്ത് വേണം? 3x ഈക്വൽ ടു 66 ഈ പ്ലസ് 48 അപ്പുറത്തേക്ക് പോകുമ്പോൾ -48. അപ്പോൾ 66ൽ നിന്ന് 48 നമുക്ക് കുറയ്ക്കാം. കൊണ്ട് 1 ഘടകം കൊടുത്തു, 5 ആയി, 8 16 ആവാൻ 8 4 5 ആവാൻ 1 18 അല്ലേ? അപ്പോൾ 3x ഈക്വൽ ടു 18. ഇനി x ഈക്വൽ ടു 18, ഇവിടെ ഇൻറ്റു ആണ്, ഇതങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷന് 3. x ഈക്വൽ ടു 3യുടെ മൾട്ടിപ്പിൾ 18 ഉണ്ടെന്ന് നോക്കാം. 6 × 3 18, ഇപ്പോൾ 6 ആണ്. അപ്പോൾ എക്സ് എത്ര നമ്മൾ 6 കിട്ടി. അപ്പോൾ y എന്ന് പറഞ്ഞ എക്സ് എന്ന് പറഞ്ഞ പെൻസിൽ എന്താണ്? എക്സ് ആണല്ലേ? പെൻസിൽ എക്സ് ആണെങ്കിൽ എക്സിന് എത്ര കിട്ടി? എക്സ് 6 എന്ന് കിട്ടി. എക്സ് പെൻസിലാണ്, അപ്പോൾ അത് 6 ആയി. ഇനി എന്താണ്? പെൻ എന്താണ്? y ആണല്ലേ? പെൻ y ആണ്. വൈക്ക് എത്ര കിട്ടി നമുക്ക്? 12 കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലെസൺ 1 അടുത്ത ക്വസ്റ്റ്യൻ. The perimeter of a rectangle is 26 centimeter. Another rectangle with twice the length and thrice the breadth has perimeter 62 centimeters. What are the length and breadth of the first rectangle? ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ്, പെരിമീറ്റർ എന്ന് പറയുന്നതാണ് ചുറ്റളവാണ്. അത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 26 സെൻറ്റിമീറ്റർ ആണ്. ഇനി അനദർ റെക്റ്റാങ്കിൾ വിത്ത് ട്വൈസ് ദ ലെങ്ത്ത്, ചതുരത്തിൻ്റെ നീളം. റെക്റ്റാങ്കിൾ എന്ന് വെച്ചാൽ ചതുരം, ചതുരത്തിൻ്റെ നീളം എത്രയാണ്? 2. ട്വൈസ് എന്ന് വെച്ചാൽ 2 മടങ്ങ്, ഇരട്ടി. മനസ്സിലായ? ആൻഡ് ത്രൈസ് ദ ബ്രെഡ്ത്ത്, വീതിയോ അത് 3 മടങ്ങ്. ബ്രെഡ്ത്ത് എന്ന് വെച്ചാൽ വീതി, ത്രൈസ് എന്ന് വെച്ചാൽ 3 ഇരട്ടി. പെരിമീറ്റർ 62 സെൻറ്റിമീറ്റർ, അത് എത്ര സെൻറ്റിമീറ്റർ ഉണ്ട്? 62 സെൻറ്റിമീറ്റർ പെരിമീറ്റർ ചുറ്റളവ്. വാട്ട് ആർ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ഫസ്റ്റ് റെക്റ്റാങ്കിൾ, അതിൻ്റെ നീളവും വീതിയും കണ്ടുപിടിക്കണം. പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ എത്ര? പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ 26 സെൻറ്റിമീറ്റർ. അപ്പോൾ അത് നമുക്ക് ആദ്യം എഴുതാം. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ എത്രയാണ്? 26 സെൻറ്റിമീറ്റർ. കണ്ടല്ലോ. ഇനി ലെങ്ത്തിന് നമുക്ക് എന്ത് പേര് കൊടുക്കാം? എക്സ് എന്ന് പേര് കൊടുക്കാം. ബ്രെഡ്ത്തിനോ വൈ എന്നും. കണ്ടല്ലോ. ഇനി പെരിമീറ്റർ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പെരിമീറ്റർ ഈക്വൽ ടു 2 × L + B അല്ലേ? അപ്പോൾ നമ്മളെന്താ പറയുക? നീളം, ലെങ്ത്ത് എന്താണ്? 2 മടങ്ങുണ്ടെന്ന് പറഞ്ഞു. എക്സ് ലെങ്ത്താണ്. എക്സ് ലെങ്ത്ത് എന്തായി? 2 മടങ്ങെന്ന് പറയുമ്പോൾ 2x ആയി. അതുപോലെ ബ്രെഡ്ത്ത് എന്തായി? ബ്രെഡ്ത്ത് 3 മടങ്ങെന്ന് പറയുമ്പോൾ എത്രയായി? 3y ആയി. അപ്പം നമുക്കത് എങ്ങനെ എഴുതാം? ആ പെരിമീറ്റർ കണ്ടില്ലേ, ചുറ്റളവ്, അത് വീണ്ടും ഒന്ന് എഴുതിന ഇക്വേഷൻ 2 × L + B അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെ എഴുതാം? 2 × ലെങ്ത്ത് എന്ന് പറയുന്നതാണ് എക്സ്, കണ്ടോ? ബി എന്ന് പറയുന്നത് എന്താണ്? വൈ കൊടുക്കുക, കണ്ടോ? നമ്മൾ എഴുതിയത് 26. രണ്ടും കൂടി ഇതിൻ്റെ ഇരട്ടിയാണ്. എത്ര? 26 സെൻറ്റിമീറ്റർ പറഞ്ഞിട്ടുള്ളത്. അതങ്ങനെ എഴുതാം. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ 26 സെൻറ്റിമീറ്ററും അനദർ റെക്റ്റാങ്കിൾ, വേറെ റെക്റ്റാങ്കിൾ വിത്ത് ട്വൈസ് 2 മടങ്ങുണ്ട്, ലെങ്ത്തും ബ്രെഡ്ത്തൊക്കെ 2 മടങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതുപോലെ മറ്റൊരു ചതുരം പറഞ്ഞിട്ടുണ്ട്, ത്രൈസ് ദ ബ്രെഡ്ത്ത്, 3 മടങ്ങുള്ള മറ്റൊരു റെക്റ്റാങ്കിളുടെ കാര്യം കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാം? 2 × 2x + 3y = 62. കണ്ടോ? മറ്റൊരു ഇതിൻ്റെ ഇരട്ടിയുള്ള മറ്റൊരു ട്രയാങ്കിളും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷനും കൂടി ഉണ്ടായത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. നമുക്ക് 2 ഇക്വേഷനാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഇതിനെ നമുക്ക് വീണ്ടും ചെയ്യാം. ഒരുമിച്ച് എടുത്ത് എഴുതാം താഴോട്ട്. എങ്ങനെ എഴുതാം? 2x ഇവിടെ 2x ഇൻറ്റു ചെയ്യാം. 2x 2 × 2 4x 2 3യും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 6y = 62. ഓക്കെ ആയല്ലോ. അതുപോലെ നമ്മൾ മുകളിലത്തെ ഇക്വേഷൻ്റെ കൂടെ 2 ഇൻറ്റു ചെയ്യാം. 2 × x 2x
പ്ലസ് 2 ഇൻറ്റു വൈ 2y ഈക്വൽ ടു 26. ഓക്കെ അല്ലോ. ഇനി ഇത് വെച്ച് നമുക്കൊന്ന് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 4x പ്ലസ് 6y ഈക്വൽ ടു 62. 4x പ്ലസ് 4y ഈക്വൽ ടു, ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ടല്ലോ. എങ്ങനെയാണ് കണ്ടുപിടിക്കാം? നമുക്ക് ഇതിനിങ്ങോട്ടും ചെയ്യണം, എങ്കിലേ ഒരേപോലെ വരാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇത് 2 ഇൻറ്റു 2 അല്ലേ 4. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 കൊണ്ട് നമ്മൾ ഇവരെല്ലാം ഇൻറ്റു ചെയ്യണം. അതാണ് ഇങ്ങനെ 4xഉം 4y. ഇനി 26 ഇൻറ്റു 4 എത്രയാണ് വരുന്നത്? 26 ഇൻറ്റു 2 അല്ലേ, 4 കൊണ്ടല്ലേ 2. അപ്പോൾ 12 4 5 അല്ലേ, 52. ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ മൂന്നാമത്തെ ആക്കി മാറ്റി. 1 3 1 ഞാൻ കണ്ടോ. അതുപോലെ ഇത് രണ്ടാമത്തെ ഇക്വേഷനായിരുന്നു, ഇത് ഒന്നാമത്തെ ഇക്വേഷനായിരുന്നു. അതിന് നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് ഇതിങ്ങനെ വന്നത്. ഓക്കെ ആയില്ലേ. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇതിൽ നിന്ന് വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ ഒന്ന് കുറയ്ക്കാം. 4x പ്ലസ് 6y ഈക്വൽ ടു 62. 4x പ്ലസ് 4y ഈക്വൽ ടു 52. ഇത് രണ്ടും ഒരുപോലെ ആയതുകൊണ്ട് 0 ആയി. 4 6 7 5 6 2y 2y ആയി. ഇനി നോക്കി 0 5 6 7 1 അല്ലേ. 2y ഈക്വൽ ടു 10. y ഈക്വൽ ടു 10/2. y ഈക്വൽ ടു 5. കണ്ടു, 10നെ 2 കൊണ്ട് ചെയ്തപ്പോൾ 5 ഇൻറ്റു 2 ആണ് 10 വന്നത്. അപ്പോൾ yക്ക് 5 ആണ് ആൻസർ. ഇനി നമ്മുടെ ആദ്യത്തെ ഇക്വേഷനല്ല മാറ്റിയില്ലേ, നമ്മളെങ്ങനെ ആക്കി മാറ്റി? 4x പ്ലസ് 4y ഈക്വൽ ടു 52 ആക്കി മാറ്റിയുള്ള ഫസ്റ്റ് ഇക്വേഷന്. ആ ഇക്വേഷൻ നമുക്ക് ഇവിടെ ചെയ്യാം. 4x പ്ലസ് 4y ഈക്വൽ ടു 52. 4x പ്ലസ് 4yക്ക് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 5 കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് അവൻ്റെ സ്ഥലത്ത് എഴുതാം 52 ഉണ്ടല്ലോ. ഇനി 4x പ്ലസ് 5 4 20 52 ഉണ്ടല്ലോ. 4x ഈക്വൽ ടു 52 പ്ലസ് 20 എന്നത് അപ്പുറത്തേക്കുമ്പോൾ -20. അപ്പോൾ 4x ഈക്വൽ ടു 52 - 20 എത്രയാണ് വരാൻ നമുക്ക് ഇവിടെ നോക്കാം. 52 - 20 2 3 32 അല്ലേ. ഇവിടെ നമുക്ക് 32. x ഈക്വൽ ടു 32/4. x ഈക്വൽ ടു 4ന് മൾട്ടിപ്പിളിൽ 32 ഉണ്ട് 8. അപ്പോൾ 8 ആണ് ആൻസർ. അപ്പോൾ എന്ത് നമുക്ക് പറയാം? y ഈക്വൽ ടു 5 എന്നും x ഈക്വൽ ടു 8 എന്നും പറയാം. നമുക്ക് അടുത്ത ഭാഗം കാണാം.